ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഇന്നൊരു പുതിയ വെളിച്ചത്തിലേക്ക്, നമ്മൾ ഉൾക്കാഴ്ചയിലേക്ക്, വെളിപാടുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സിസ്റ്റിൻ്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഒരു നോട്ട് ബുക്കും പേനയും എടുത്തുകൊണ്ട് നിങ്ങൾ കുറിച്ചെടുക്കണം. ഈ വീഡിയോ അനേകം മക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. കാരണം നിങ്ങളുടെ അറിവിലേക്കും തിരിച്ചറിവിലേക്കും വേണ്ടിയിട്ടാണ് സിസ്റ്റർ ഇത് പറയുന്നത്. നമ്മൾ സ്വർഗരാജ്യം സ്വന്തമാക്കണം. ഇവിടെ അടിപൊളി ജീവിതം നയിച്ച് പിന്നീട് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്ന് പിന്നീട് ഞാൻ സ്വർഗത്തിൽ പൊക്കോളാം എന്ന പോലെയാണ് ഇന്നത്തെ ഓരോരുത്തരുടെയും എല്ലാവരുടെയും നമ്മൾ യൂത്ത് എന്ന ഒന്നും പറയാൻ പറ്റില്ല, എല്ലാവരുടെയും ജീവിതം ഇപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരാനാണ് സിസ്റ്റർ ഈ വീഡിയോ വളരെ സാവകാശം പറയുന്നത്. നിങ്ങൾ നോട്ട് ബുക്ക് പേന വെച്ച് എഴുതിയെടുക്കണം. ദണ്ഡവിമോചനത്തെക്കുറിച്ചാണ് സിസ്റ്റർ പറയുന്നത്. പലപ്പോഴും പലരും പല തരത്തിൽ പറയുന്നത് കേട്ട്, അതായത് ഇപ്പോൾ ഒരാൾ പറയുകയാണ് പ്രസംഗത്തിൽ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നത് ഭാഗിക ദണ്ഡവിമോചനമാണ്. വേറൊരാൾ പറയാണ് അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നത് പൂർണ്ണ ദണ്ഡവിമോചനമാണ്. അപ്പോൾ പലരും പലതും പറയുകയാണ്. എന്തൊക്കെയായാലും നമ്മൾ രണ്ട് കാര്യങ്ങളാണ് സിസ്റ്റർ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അത് നമ്മൾ ആദ്യമായിട്ട് എഴുതും. നിങ്ങൾ ഹെഡിങ് ആയിട്ട് ആദ്യമായിട്ട് എഴുതേണ്ടത് ദണ്ഡവിമോചനങ്ങൾ എഴുതുക. അതിനുശേഷം ഒന്ന്, പാപങ്ങളിൽ നിന്ന് നമ്മൾക്ക് ഏൽക്കുന്ന ദണ്ഡനം, അതാണ് അതിൽ നിന്നുള്ള വിമോചനം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്ന്, പാപമോചനം. രണ്ട്, കടങ്ങളുടെ പൊറുതി. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഒന്ന്, പാപങ്ങളുടെ മോചനം. രണ്ട്, കടങ്ങളുടെ പൊറുതി. കുമ്പസാരത്തിലൂടെ പാപങ്ങളുടെ മോചനം നടക്കുന്നു, എന്നാൽ കടങ്ങളുടെ പൊറുതി അവിടെ ബാക്കി നിൽക്കുന്നു. ഇത് വലിയൊരു വെളിച്ചമായിട്ടാണ്, ഒരു വെളിപാടായിട്ടാണ് പരിശുദ്ധാത്മാവ് സിസ്റ്ററിനോട്, നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് സിസ്റ്ററിൻ്റെയൊക്കെ വീഡിയോ വ്യൂവേഴ്സ് ശുദ്ധഗതിക്കാരാണ്, സിമ്പിൾ ഫെയ്ത്ത്, വലിയ ഗഹനമുള്ളവരല്ല, വലിയ ബുദ്ധി ഇതിൽ ചിന്തിക്കുന്നവരല്ല, വിശ്വാസത്തിൽ ചിന്തിക്കുന്നവരാണ് സിസ്റ്ററിൻ്റെ വീഡിയോസ് കാണുന്നതും ഈ യൂട്യൂബ് ചാനലിനെ സ്നേഹിക്കുന്നവരും. രണ്ട് കാര്യങ്ങളാണ് സിസ്റ്റർ പറഞ്ഞത്. പാപങ്ങളുടെ മോചനം നടക്കുന്നു, അതുപോലെ തന്നെ കടങ്ങളുടെ പൊറുതി നൽകും. രണ്ട് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. പാപങ്ങളുടെ മോചനം കുമ്പസാരത്തിലൂടെയാണ് നടക്കുന്നതെങ്കിൽ കടങ്ങളുടെ പൊറുതി നമ്മൾ അതിന് വേണ്ട ദണ്ഡവിമോചനങ്ങൾ ചെയ്യണം. അപ്പം നമ്മളൊരു ഓപ്പറേഷൻ കഴിഞ്ഞു, മുറിവുണ്ടായാൽ മുറിവ് ഉണങ്ങുന്നു, പക്ഷെ അതിൻ്റെ പാട് അവിടെ നിലനിൽക്കുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ ചെല്ലുമ്പോൾ അന്നു വേണ്ട ആഹാരത്തിൽ വേണ്ടി പാപങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കടങ്ങളുടെ പൊറുതിക്കും. അതുപോലെ പരിശുദ്ധ കുർബാന, സീറോ മലബാർ സഭയുടെ കുർബാനയിൽ പലവട്ടം നമ്മൾ പല ഭാഗത്തായിട്ട് പറയുന്നുണ്ട്, ഇത് പാപങ്ങളുടെ പൊറുതി മോചനത്തിനും കടങ്ങളുടെ പൊറുതിക്കും കാരണമാകട്ടെ. അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ ഉയർത്തി, സ്വർഗത്തിൽ ഉയർത്തി, സ്വർഗസ്ഥനായ ജീവന്റെ അപ്പം ഉയർത്തി കഴിയുമ്പോൾ പറയുന്നുണ്ട്, കർത്താവെ അങ്ങ് ദാസരുടെ പാപങ്ങളും കടങ്ങളും ക്ഷമിക്കണമേ. അപ്പൊ പാപത്തിൻ്റെ ഒപ്പം എപ്പോഴും കടമുണ്ട്. പാപമോചനം, കടങ്ങളുടെ പൊറുതി. ഇത് മനസ്സിലാക്കണം, ഇത് എല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് ഇനി അധികം കുറേ പേരെ സുനാമി വഴി എടുത്തുകൊണ്ട് പോയി, കുറേ പേരെ കൊറോണ കൊണ്ടുപോയി, ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാര്യമാണ് വരുന്നത്. അപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ അതിലെഴുതുകയാണ് മരിച്ച ആള്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ ആക്സിഡന്റിൽ മരിച്ചു, നിന്ന നിൽപ്പിൽ മരിച്ചു, കിടക്കാൻ പോയതാ വിയർത്ത് മരിച്ചു, പെട്ടെന്നൊരു വിയർപ്പൊന്ന് മരിച്ചു. പ്രിയപ്പെട്ടവരെ, കുറിയടിക്കുമ്പോൾ അതിൽ എന്താണ് അടിക്കുന്നത്? ഈ വ്യക്തി അന്ത്യകൂദാശകളെല്ലാം സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം വ്യസന സമേത അറിയിച്ചു കൊള്ളുന്നു. മൃതസംസ്കാര കർമ്മം ഇന്ന് 4 മണിക്ക്. എത്ര വാസ്തവം ഉണ്ടായില്? കുമ്പസാരിച്ച് കുർബാന കണ്ടിട്ട് തന്നെ എത്രയോ നാളുകളായി. അതുകൊണ്ട് സിസ്റ്റർ പറയുന്ന ഇനിയുള്ള 2 വീഡിയോസും ഇതടക്കം 3 വീഡിയോസും എല്ലാവർക്കും ഷെയർ ചെയ്യണം.
പല ആവർത്തിച്ച് നിങ്ങൾ ഇത് കേൾക്കുകയും വേണം. ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും, ഇനി പറയുന്ന 2 വീഡിയോസും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. ആമീൻ. ഓണാക്കിയില്ല, അത് ഇത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ദണ്ഡവിമോചനങ്ങളെ കുറിച്ചുള്ള 2ാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 3 വീഡിയോ ആണ് സിസ്റ്റർ ഇതിനെ പ്രതി. ഇതിന് മുൻപ് ഒരു വീഡിയോ ഇട്ട് നമ്മൾ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ട്. ഇനി 2ാമത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. കാരണം അത്രയും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ദണ്ഡവിമോചനം സിസ്റ്റർ പറഞ്ഞതിൽ പാപങ്ങളുടെ മോചനം വരുന്നുണ്ട്, കടങ്ങളുടെ പൊറുതി. 2 കാര്യം, രണ്ടും 2ആണ്. പാപം, കടം, 2 അപ്പോൾ പാപം ചെയ്ത പരിണത ഫലമായിട്ട് ഒരു വ്യക്തി, ഒരു ക്രൈസ്തവ വ്യക്തിയുടെ ജീവിതത്തിലെ, ശരീരത്തിലെ, ആത്മാവിലെ, ഹൃദയത്തിലെ, മനസ്സിലുണ്ടാകുന്ന ദണ്ഡനങ്ങളുടെ പൊറുതി കിട്ടുക, അതിൽ നിന്നുള്ള രക്ഷ കിട്ടുക, അത് കഴുകി വെടുപ്പാക്കുക. അതാണ് ദണ്ഡവിമോചനം. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം പ്രിയപ്പെട്ടവരെ. അവസാന നാളുകളിലെ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകാൻ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യുന്ന കൊച്ചു കൊച്ചു പാപങ്ങൾക്ക് എല്ലാം കുമ്പസാരിച്ച് പാപമോചനം നേടിയാലും ആ പാപത്തിൻ്റെ കടങ്ങളുടെ ആ ദണ്ഡവിമോചനം വഴി നമ്മൾ സ്വർഗം സ്വന്തമാക്കുകയാണ്. സ്വർഗം എൻ്റെ സ്വന്തം. അതാണ് ഈ 2ാമത്തെ വീഡിയോയിൽ സിസ്റ്റർ പറയുന്നത്. ഇതിനും നിങ്ങൾ നോട്ട്ബുക്കും പേനയായിട്ടിരിക്കണം. എന്നിട്ട് സിസ്റ്റർ പറയുന്നതെല്ലാം എഴുതി വെക്കണം. എഴുതി വെച്ച് നമ്മൾ അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, കുടുംബത്തിലെ മാനസാന്തരം, കുടുംബത്തിൻ്റെ രക്ഷ, എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ രക്ഷയ്ക്കൊക്കെ നമ്മളിത് ചെയ്യണം. അപ്പം നമ്മൾ ഒരു കുരിശുവര വരച്ചു, നമ്മളെ തന്നെ മുദ്ര വയ്ക്കുകയാണ് കുരിശ് വരയ്ക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി. അതിൽ എന്താണെന്ന് സിസ്റ്റർ ഇപ്പോൾ പറയാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നമ്മൾ പാപമോചനം എഴുതി, കടങ്ങളുടെ പൊറുതി എഴുതി, അത് 2ന്റെ കുറച്ച് കാര്യങ്ങൾ 1ാമത്തെ വീഡിയോയിൽ പറഞ്ഞു. ഈ 2ാമത്തെ പാർട്ടിൽ നമ്മൾ പറയണത്, നിങ്ങൾ എഴുതേണ്ടത് പൂർണ്ണ ദണ്ഡവിമോചനം, ഭാഗിക ദണ്ഡവിമോചനം. പൂർണ്ണ ദണ്ഡവിമോചനം, ഭാഗിക ദണ്ഡവിമോചനം. ഇപ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം, 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാൻ ഇരുന്ന വ്യക്തി ഒരു 15 മിനിറ്റ് വായിച്ച് എഴുന്നേറ്റ് പോകല്ല, ബൈബിളിലാണല്ലോ ഇപ്പോൾ പരിഷ്കരിച്ചിട്ട് വായിക്കണത്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണിന് കൗതുകരവും ശരീരത്തിന് നിമിഷസുഖവും തരുന്ന പലതും കടന്നു വന്നു. അപ്പം അതിലേക്കായി നമ്മുടെ ശ്രദ്ധ. പിന്നെ അത് കണ്ട് ഇങ്ങനെ രാത്രി മുഴുവൻ. അപ്പം പകുതി ബൈബിൾ വായിച്ചതിന് ഭാഗിക ദണ്ഡവിമോചനം നിയോഗം വെച്ചു, കിട്ടി. പ്രിയപ്പെട്ടവരെ, പൂർണ്ണ ദണ്ഡവിമോചനം എന്തൊക്കെയാണെന്ന് നോക്കാം. കുരിശിൻ്റെ വഴി. 1 നമ്പർ ഇട്ടിട്ട് എഴുതുക. കുരിശിൻ്റെ വഴി. നിങ്ങളൊരു കുരിശിൻ്റെ വഴി, സിസ്റ്ററിൻ്റെ ചില പ്രേക്ഷിതരെ കുരിശിൻ്റെ വഴി ഓരോ മുറിയിൽ നിന്നും വേറൊരു മുറിയിലേക്ക് മുട്ടിന്മേൽ ഇഴഞ്ഞിട്ട് അവർ കുരിശിൻ്റെ വഴി ചെയ്യണവരെ എനിക്കറിയാം. പിന്നെ എല്ലാ മാസവും ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോകുമ്പോൾ അവിടെ കുരിശിൻ്റെ വഴി ചെയ്യും. സിസ്റ്ററുടെ ജീവിതത്തിലെ കുരിശിൻ്റെ വഴി എങ്ങനെയാണ് ചെയ്യാമെന്ന് വേറൊരു വീഡിയോ ആയിട്ട് സിസ്റ്റർ ഷോർട്ടാക്കി പറഞ്ഞുതരാം. അപ്പോൾ 1ാമത് കുരിശിൻ്റെ വഴി. പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുകയാണ് നമുക്ക്. ആ കുർബാന കഴിഞ്ഞ്, പ്രത്യേകിച്ച് നോമ്പുകാലം അടുത്ത് വരികയാണ്, ആ കുർബാന കഴിഞ്ഞ് അവിടെ തന്നെ മുട്ടുകുത്തി നമുക്ക് കുരിശിൻ്റെ വഴി ചെയ്യാം. 2ാമതായിട്ട് നമ്മൾ ജപമാല എന്ന് പറയുമ്പോൾ ഒരു ജപമാല കഷ്ടിച്ച് നമ്മൾ ചെല്ലുന്നതും, നമ്മളെ സന്തോഷം, പ്രകാശം, ദുഃഖം, ഉത്ഥാനം 4 കൂടി ചെല്ലുമ്പോഴാണ് പൂർണ്ണ ജപമാലയാണ്. എങ്കിൽ പോലും ജപമാല, കാരണം വചനം ആവർത്തിച്ച് ഉരുവിടുകയാണ് ജപമാലയിൽ. പൂർണ്ണ ദണ്ഡവിമോചനം. 3 നമ്പർ ഇടുന്നു. ദിവ്യകാരുണ്യ ആരാധന. ഇതൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാനാണ് കേട്ടോ സിസ്റ്റർ പറയുന്നത്. 3ാമതായി ദിവ്യകാരുണ്യ ആരാധന. 1/2 മണിക്കൂർ സമയം, അതായത് 30 മിനിറ്റിൽ കുറയാതെ നമ്മൾ 30 മിനിറ്റ് സമയം നമുക്ക് ഇഷ്ടം പോലെ. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ കുരിയച്ചിറയിലുണ്ട്, കൊല്ലൂര് പ്രാസ്യമേട്, പുത്തമ്പള്ളിയിലുണ്ട്. മിക്ക ദേവാലയങ്ങളിലും ദിവ്യകാരുണ്യ ആരാധന എഴുന്നള്ളിച്ച് വെക്കുന്നുണ്ട്.
ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇപ്പം ചില ഹോസ്പിറ്റലുകളിലായാലും അവർ കാലത്തൊട്ട് വൈകുന്നേരം വരെ, കാലത്തൊട്ട് ഉച്ച വരെ ദിവ്യകാരുണ്യ ആരാധന എഴുന്നള്ളിച്ച് വെക്കുന്നുണ്ട്. അവിടെ 30 മിനിറ്റ് ചെന്നിരിക്കുക, ആരാധിക്കുക, പൂർണ്ണ ദണ്ഡവിമോചനം. ഇനി അത് നിങ്ങൾക്ക് 10 മിനിറ്റേ പറ്റിയുള്ളൂ, 20 മിനിറ്റേ പറ്റിയുള്ളൂ, ഭാഗിക ദണ്ഡവിമോചനം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 4-മതായിട്ട് നമുക്ക് കാണാം ദൈവവചന. നമ്മൾ കണ്ടിട്ടുണ്ടാവും, എവിടെ ദിവ്യകാരുണ്യ ആരാധന വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ദേവാലയങ്ങളൊക്കെ ഒരു സൈഡിൽ ബൈബിൾ വെച്ചിട്ടുണ്ടാവും, നിറയെ വെച്ചിട്ടുണ്ട്. അത് ചിലർ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ബൈബിൾ എടുത്ത് 1/2 മണിക്കൂർ 30 മിനിറ്റ് സമയം, 30 മിനിറ്റ് കുറയാതെ വായിക്കാം. സമയം വെച്ച് നമ്മൾ വായിക്കുക. പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് കിട്ടുകയാണ്. ഇത് വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഇത് നിസ്സാരമാക്കരുത്. നിങ്ങൾക്ക് കിട്ടിയ അറിവ്, ഈ വീഡിയോ, ഈ 3 വീഡിയോ എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം. അതും ഒരു പുണ്യപ്രവൃത്തിയാണ്. ഇനി 5-മതായിട്ട് പ്രത്യേക ദിവസങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് പൂർണ്ണ ദണ്ഡവിമോചനം. ഇപ്പോൾ 2026 വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? മാർപ്പാപ്പ പറഞ്ഞത്, ഫ്രാൻസിസ് അസീസി പുണ്യാളൻ്റെ ഇത് സ്ഥാപിച്ചിട്ടുള്ള ദേവാലയങ്ങളിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് പരിശുദ്ധ മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ, ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വസ്തുതി ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ നമുക്ക് ദണ്ഡവിമോചനം കിട്ടുകയാണ്. നമ്മൾ അന്വേഷിച്ചു, നമുക്കറിയാം കപ്പൂച്ചൻ അച്ഛന്മാരുടെ ദേവാലയങ്ങൾ, അസീസി പുണ്യാളുടെ ദേവാലയങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് നമ്മൾ ഉദ്ദേശശുദ്ധിയോടുകൂടെ ചെയ്യണം. അത് നമ്മൾ തിരക്കിൻ്റെ ഇതിലും പാപത്തിൻ്റെ ചേറിൽ കിടന്ന് ഇഴയുന്നത് കൊണ്ട്, പാപപ്പുറ്റിൽ കുടിയിരിക്കുന്നത് കൊണ്ട് ഇതിനൊന്നും താല്പര്യമില്ല. ഇത് പറയുന്നവരെ ഇഷ്ടമില്ല, അവരെ വിമർശിക്കുകയാണ്, കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. അതുപോലെ ഈ അവസാന നാളുകളിൽ സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ഇരയെ കിട്ടാനുള്ള അവൻ്റെ പാച്ചില് കഴുത്തിൽ പിടിക്കും. സിംഹ അലറി വന്നിട്ട് പിടിച്ച്, എവിടെ നിങ്ങൾ പിടിച്ച് അതിനടിച്ച് പറ്റില്ല, കാട്ടിലേക്ക് കൊണ്ടുപോണ്, വലിച്ചു കൊണ്ടുപോണ്. പിന്നെ ഒരു തരി എല്ലിൻ്റെ കഷ്ണം അവശേഷിക്കാതെ കൂട്ടമായിട്ട് അവരത് തിന്ന് അവസാനിപ്പിക്കും. എന്ന പോലെ പാപം ഇന്ന് സോഷ്യൽ മീഡിയ പ്രിയപ്പെട്ടവരെ ഒരുപാട് പാപം പിടിച്ച് വിഴുങ്ങാണ് മനുഷ്യൻ. നമ്മുടെ ക്രൈസ്തവ മക്കളെ വളരെ അലേർട്ടാവണം, നമ്മൾ ജാഗരൂകതയോടെ ഇരിക്കണം. അപ്പോൾ നമ്മൾ പന്തക്കുസ്ത ദിനം, ഉദാഹരണമായിട്ട് പന്തക്കുസ്ത തിരുനാൾ ദിനം, അതുപോലെ തന്നെ വലിയ നോമ്പിലെ വെള്ളിയാഴ്ചകൾ കേട്ടോ. വലിയ നോമ്പിലെ വെള്ളിയാഴ്ച ഞാൻ എന്നും കുർബാനയ്ക്ക് പോകുന്ന ഒരു തീരുമാനം എടുക്ക്. ഞായറാഴ്ച മാത്രം പോകുന്നവരെ വലിയ നോമ്പിലെ വെള്ളിയാഴ്ച ഞാൻ കുർബാനയ്ക്ക് പോകും, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. ആ വലിയ നോമ്പിലെ വെള്ളിയാഴ്ചകൾ വായനയിലും പ്രാർത്ഥനയിലും ഇതുപോലെ കുരിശിൻ്റെ വഴിയും ബൈബിൾ വായനയും ഒക്കെ ആയിട്ട് നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം. അതുപോലെ തന്നെ വലിയ നോമ്പിലെ വെള്ളിയാഴ്ച ഉപവസിക്കുന്ന ഒരുപാട് മക്കളുണ്ട് പ്രിയപ്പെട്ടവർ. നമുക്ക് വേണമെങ്കിൽ ഒരു രാത്രി കഞ്ഞി, ഞങ്ങൾ മുട്ടുമ്മ നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഞാൻ ചില കോൺഗ്രേഷനിൽ ചെന്ന് നോമ്പിലെ ധ്യാനം കൊടുക്കാൻ ചെന്നപ്പോൾ ആ സിസ്റ്റേഴ്സ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്, ഉച്ചയ്ക്ക് ഉപവാസമാണ്, വൈകുന്നേരം അത്താഴം കഞ്ഞിയാണ്, കഞ്ഞി ഒരു ചമ്മന്തി മാത്രം, അത് അവർ മുട്ടുമ്മ നിന്നിട്ടാണ് കുടിക്കുന്നത്. അതൊക്കെ നമ്മുടെ പാരമ്പര്യങ്ങളാണ്. ഞങ്ങളുടെയൊക്കെ സഭകളിലെ പാരമ്പര്യങ്ങൾ ഇപ്പോഴത്തെ തലമുറ വരുമ്പോൾ അതൊക്കെ അർത്ഥമില്ലാതായി തോന്നുകയാണ്, മൂല്യമില്ലാതായി തോന്നുകയാണ്. പക്ഷെ അതൊക്കെ നമുക്ക് വലിയ ഇതുപോലെയുള്ള ദണ്ഡവിമോചനങ്ങൾക്കും നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരം, ശുദ്ധ്യാനുസരണത്തിന് പോകാതെ നേരെ സ്വർഗം നമ്മളെ കാത്തിരിക്കാം. സ്വർഗമുണ്ടോ നരകമുണ്ടോ ശുദ്ധ്യാനുസരണം ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അവരോട്. നിങ്ങളായിരിക്കണം ഈ വീഡിയോ ഇട്ട് കൊടുത്ത് അവരെ പഠിപ്പിക്കണം. അതുപോലെ പെസഹ വ്യാഴാഴ്ച കഴിയുന്നതും പള്ളിയിൽ ചിലവഴിക്കുക. നമുക്ക് വീട്ടുകാർ, അമ്മയും അപ്പനൊക്കെ നിങ്ങളോട് ചെറുപ്പത്തിലേ പറയും, അരമണിക്കൂറെങ്കിലും പെസഹ വ്യാഴാഴ്ച പള്ളി ചെന്നിരുന്നിട്ട് വാ. ആ സമയങ്ങളിൽ സിസ്റ്റർ വീടന്നെ എങ്ങനെ ചെയ്യാമെന്നൊക്കെ നമുക്ക് ആ സമയത്ത് കാണാം. ദുഃഖ വെള്ളിയാഴ്ച, ഇതൊക്കെ നമുക്ക് ദണ്ഡവിമോചനത്തിൽ പെട്ടതാണ്. പക്ഷെ നമുക്ക് അറിവില്ല പ്രിയപ്പെട്ടവരെ ആ ദിവസം എങ്ങനെ ആചരിക്കണമെന്ന്. അത് ഓരോന്നായിട്ട് ആ
സമയമാകുമ്പോൾ സിസ്റ്റർ പറയും, വെളിപ്പെടുത്താം. അതുപോലെ മാമോദീസ, വ്രത നവീകരണം, തിരുപ്പട്ടം. തിരുപ്പട്ടം നമ്മൾ അച്ഛൻ പട്ടം കിട്ടി ബിഷപ്പ് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ പോണതല്ല. പുത്തൻ കുർബാന, ആ അച്ഛൻ പിന്നീട് ഉടുപ്പൊക്കെ പുത്തൻ കുർബാന ചെല്ലാൻ തുടങ്ങാം. അത് ഫുള്ള് കൂടണം. അല്ലാണ്ട് അത് കഴിഞ്ഞ് എവിടെയാണ് ഭക്ഷണം കൊടുക്കുന്ന ആളെന്ന് ചോദിച്ച് പോവല്ലേ പ്രിയപ്പെട്ടവരെ. പുത്തൻ കുർബാന കൂടണം. അപ്പോൾ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. അതുപോലെ ദൈവകരുണയുടെ തിരുനാൾ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല ദൈവകരുണയുടെ തിരുനാൾ എന്നാണ്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് വിശുദ്ധ ഫൗസ്തീനോട് ഈശോ പറഞ്ഞ ദൈവകരുണയുടെ തിരുനാൾ. ഇതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം, മറ്റുള്ളവരോട് ഇത് പ്രചരിപ്പിക്കണം. അതുപോലെ ഓഗസ്റ്റ് 15 പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ സിമിത്തേരി സന്ദർശനം. ഇത് വലിയൊരു കാര്യമാണ്. നമ്മൾ സിമിത്തേരി സന്ദർശിക്കുന്നത് വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. പൂർണ്ണ ദണ്ഡവിമോചനം, പ്രത്യേകിച്ച് നവംബർ മാസം സകല മരിച്ചവരുടെ ഓർമ്മ ദിനം. ആ മാസം മുഴുവനും ദണ്ഡവിമോചനം. അടുത്തതായി ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ. അതൊക്കെ നമ്മൾ കാറ്റിസം ക്ലാസ്സുകളിൽ ജയ് ജയ് ക്രിസ്തു രാജ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് റോട്ടിലൂടെ ടീച്ചേഴ്സ് നമ്മളെ ഒരുക്കി, ചിലവരെ ക്രിസ്തു രാജാവൊക്കെ ആക്കി ഫ്ലാഗൊക്കെ പിടിച്ച് ഒരുപാട് നമ്മൾ നടന്നിട്ടുണ്ട് ജയ് വിളിച്ച്. ക്രിസ്തു രാജ്യത്വ തിരുനാൾ. അതുപോലെ വർഷാവസാന പ്രാർത്ഥനകൾ നമ്മൾ കൂടുന്നത്. വർഷാവസാനം ആ മിഡ് നൈറ്റിനുള്ള കുർബാന, വർഷാവസാനം. തിരുപ്പട്ടം, പ്രഥമ ബലിയർപ്പണം സിസ്റ്റർ പറഞ്ഞു. പൗരോഹിത്യ ജൂബിലി. ഇപ്പം ജൂബിലി ഉണ്ട്, ജൂബിലി കുർബാന ഇപ്പം എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബന്ധമുണ്ടോ അവരെന്നുള്ളത് നോക്കണ്ട. ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമൊന്നല്ല ജൂബിലി കുർബാന. നമ്മളതിൽ പങ്കെടുത്ത ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുകയാണ്. അടുത്തതായിട്ട് നമ്മൾ പള്ളി വെഞ്ചിരിപ്പ്. പ്രിയപ്പെട്ടവരെ, പള്ളി വെഞ്ചിരിപ്പ് നിങ്ങൾ പോകണം. അതും പൂർണ്ണ ദണ്ഡവിമോചനം. നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനും. ഇപ്പോൾ തൃശ്ശൂർക്കാരുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തൃശ്ശൂരുള്ള പള്ളി വെഞ്ചിരിപ്പിന് പോകണം. പാലക്കാടാണെങ്കിൽ പാലക്കാടുള്ള പള്ളി വെഞ്ചിരിപ്പുകൾ. അപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ നാട്ടിലാണെങ്കിൽ അവിടെ പോകാം. പള്ളി വെഞ്ചിരിപ്പ് നമ്മൾ കൂടുന്നത് പൂർണ്ണ ദണ്ഡവിമോചനം. ഇനി ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ. അതുപോലെ സിസ്റ്റേഴ്സ് എന്നോട് പറയാനുള്ളത്, ആ മധ്യസ്ഥന്റെ തിരുനാൾ വളരെ തിരക്കൊഴിഞ്ഞ ഒരു ഉച്ച നേരമൊക്കെ നോക്കി ആ പള്ളിയിൽ പോയി നിങ്ങൾ ഞങ്ങൾ പെരുന്നാളുകൾക്ക് പോകില്ല, പക്ഷേ ഒരു നേരം നോക്കി ഇടവക മധ്യസ്ഥൻ്റെ നമ്മുടെ തന്നെ ആയിരിക്കുന്ന ഇടവക മധ്യസ്ഥൻ്റെ ഇടവക തിരുനാൾക്ക് നമ്മൾ പോകാം. പലരും പ്രദർശനത്തിന് പോകുന്നുണ്ട്. ഇടവക, സ്വന്തം ഇടവക, ഈ ഇടവക നമ്മൾ കോൺവെന്റ് ഏത് ഇടവകയിലാണോ അവിടെ പട്ടുകുട പിടിക്കാൻ പോകുന്നുണ്ട്, നേർച്ച അല്ലെങ്കിൽ പ്രദർശനത്തിനൊക്കെ പോകുന്നവരുണ്ട്. ഇത് പൂർണ്ണ ദണ്ഡവിമോചനമാണ്. പള്ളി പെരുന്നാൾ, പള്ളി സന്ദർശിച്ച് പ്രാർത്ഥിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൂർണ്ണ ദണ്ഡവിമോചനത്തിനായിട്ട് സഭ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ. നമ്മളിപ്പോൾ പ്ലെയിൻ കയറാൻ പോവുകയാണെങ്കിൽ നമ്മൾ എയർപോർട്ടിലേക്ക് തിരിയണം, നേരെ ഓപ്പോസിറ്റ് ഫ്രാൻസിസ് അസീസിയുടെ പള്ളിയാണ്. പലപ്പോഴും അത് മനസ്സിൽ വെക്കാറുണ്ട്. അസീസി പുണ്യാളുടെ പള്ളി അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് പൂർണ്ണ ദണ്ഡവിമോചനം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാപങ്ങൾ കൊണ്ട് നമ്മൾ ശരീരം, മനസ്സ്, ആത്മാവ്, ഹൃദയത്തിലേറ്റ ദണ്ഡനങ്ങളിൽ നിന്നുള്ള വിടുതൽ, ദണ്ഡനങ്ങളിൽ നിന്നുള്ള മോചനം, ദണ്ഡനങ്ങളെ കഴുകി കളയുന്നതാണ് ദണ്ഡവിമോചനം. ഇപ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനമാണ് ഇതിൽ കണ്ടത്. നോട്ട് ബുക്കിൽ എഴുതിയിട്ട് വീണ്ടും വായിക്കണം. എന്നിട്ട് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമുക്കൊരുമിച്ച് ഒറ്റക്കെട്ടായി സ്വർഗം ലക്ഷ്യമാക്കി പോകാം. ശുദ്ധീകരണ സ്ഥലവും നരകവും അല്ല ലക്ഷ്യം, സ്വർഗമാണ് ലക്ഷ്യം. സ്വർഗം ഉണ്ട്, വിശ്വസിക്കുക. ആമേൻ.